സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 4ാം ദിനം മത്സരങ്ങൾ രാവിലെ 9:30 ആരംഭിക്കും. സ്വർണ്ണക്കപ്പിനായി ജില്ലകൾ തമ്മിൽ നടക്കുന്നത് വാശിയേറിയ പോരാട്ടമാണ്. 175 ഇനങ്ങളുടെ ഫലം പുറത്തു വന്നപ്പോൾ 674 പോയിന്റുമായി കണ്ണൂർ 1ാം സ്ഥാനത്ത് തുടരുകയാണ്. 663 പോയിന്റുമായി പാലക്കാടും കോഴിക്കോടും 2ാം സ്ഥാനത്തുണ്ട്. തൃശൂരും കൊല്ലവും തൊട്ടു പിന്നാലെയുണ്ട്. ഇന്ന് 22 വേദികളിൽ 54 ഇനങ്ങളുടെ മത്സരം നടക്കും. നാടകം, മോണോ ആക്ട്, മിമിക്രി, ലളിതഗാനം, കഥാപ്രസംഗം ഉൾപ്പെടെയുള്ള ഇനങ്ങളിൽ ഇന്ന് മത്സരമുണ്ട്. ഇന്നത്തെ ദിവസത്തെ മത്സരഫലങ്ങൾ ജില്ലകൾക്ക് വളരെ പ്രധാനമുള്ളതാണ്. മുഹമ്മദ് ഷംസീർ ഉണ്ട് കലോത്സവ നഗരിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകാനായി. ഷംസീർ, ഗുഡ് മോർണിംഗ്. ഈ കലോത്സവ നഗരിയിലൂടെ കോടി നടക്കുന്നതിൻ്റെ ഒരു പ്രസരിപ്പ് ഷംസീറിൽ കാണാനുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ വളരെ നിർണായകമാണ്. ജില്ലകൾക്ക് കൂടുതൽ മത്സരങ്ങൾ നടക്കുന്നു. ഈ മത്സരങ്ങളൊക്കെ തന്നെ ഈ ഓവറോൾ ആരാണ് ചാമ്പ്യൻ എന്ന് നിർണ്ണയിക്കാനുള്ള മത്സരഫലം നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വാശിയേറിയ പോരാട്ടമാണ് ഇന്നും വേദികളിൽ പ്രതീക്ഷിക്കുന്നത്, അല്ലേ? ജിൽസി, ഗുഡ് മോർണിംഗ്. കൊല്ലം ജില്ലയിൽ അക്ഷരാർത്ഥത്തിൽ ഒരു ഉത്സവാന്തരീക്ഷമാണ് എന്നതാണ് യാഥാർത്ഥ്യം. മത്സരം അതിൻ്റെ 4ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ഇനി നാളെ കൂടി മാത്രമേ കലോത്സവമുള്ളൂ എന്ന സങ്കടമാണ് ഇന്ന് ബാക്കിയുള്ളത്. ഇന്ന് ഞായറാഴ്ചയാണ്, 4ാം ദിവസമാണ്. ജനപ്രിയ ഐറ്റങ്ങളൊക്കെ വേദിയിൽ വരുന്നു. അല്ലെങ്കിൽ തന്നെ ഇന്നലെ തന്നെ വലിയ തോതിൽ ആളുകൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്ന കാഴ്ച കണ്ടു. സൂചി കുത്താൻ ഇടമില്ലാത്ത വിധം ഈ ആശ്രമ മൈതാനത്താണെങ്കിലും മറ്റു വേദികളിലാണെങ്കിലും ആളുകൾ തിങ്ങി നിറയുന്ന കാഴ്ച കണ്ടു. ഇന്ന് ഞായറാഴ്ചയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനപ്രിയ ഇനങ്ങളൊക്കെ വേദിയിലേക്ക് വരുന്നുമുണ്ട്. വലിയ തോതിൽ ഈ ആശ്രമ മൈതാനത്തേക്കും മറ്റു വേദികളിലേക്കൊക്കെ ആളുകൾ ഒഴുകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കൊല്ലം ജില്ല അക്ഷരാർത്ഥത്തിൽ ഈ കലോത്സവത്തെ നെഞ്ചേറ്റി എന്നു തന്നെ പറയാം. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന ആശ്രമ മൈതാനിയിൽ നടക്കുന്നത് ഭരതനാട്യ മത്സരമാണ് രാവിലെയുള്ളത്. ഉച്ചയ്ക്ക് ശേഷം സംഘനൃത്തമുണ്ട്. മറ്റു വേദികളിൽ ജനപ്രിയ ഐറ്റങ്ങളൊക്കെയുണ്ട്. കോൽക്കളി, വട്ടപ്പാട്ട്, മിമിക്രി, മോണോ ആക്ട്, കഥാപ്രസംഗം, മാപ്പിളപ്പാട്ട് തുടങ്ങിയ ജനപ്രിയ ഇനങ്ങളൊക്കെ ഇന്നും വേദിയിലെത്തുകയാണ്. എന്തു തന്നെ ആയാലും വലിയ തോതിൽ ഇങ്ങോട്ട് ആസ്വാദകർ ഇന്ന് ഒഴുകിയെത്തും എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. മറ്റൊന്ന് പോയിന്റ് നില പരിശോധിക്കുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയാണ് 674 പോയിന്റുമായി 1ാം സ്ഥാനത്തുള്ളത്. ആരാണ് സ്വർണ്ണക്കപ്പിൽ മുത്തമിടുക എന്നുള്ളത് നാളെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വ്യക്തമായി അറിയാൻ സാധിക്കും. അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. 674 പോയിന്റുമായി കണ്ണൂർ ജില്ല 1ാം സ്ഥാനത്ത് തുടരുന്നു. 2ാം സ്ഥാനത്ത് പാലക്കാട് ജില്ലയാണ് 663 പോയിന്റുമായി. പാലക്കാട് ജില്ല തൊട്ടു പിന്നിൽ 663 പോയിന്റുമായി 2ാം സ്ഥാനത്തുണ്ട്. കോഴിക്കോട് ജില്ല അതേ പോയിന്റ് തന്നെയാണ്, 663 പോയിന്റുമായി കോഴിക്കോട് ജില്ലയും 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. തൃശ്ശൂർ തൊട്ടു പിന്നിൽ 646 പോയിന്റുമായി ഉണ്ട്. കൊല്ലം ജില്ല 5ാം സ്ഥാനത്ത് 638 പോയിന്റുമായി. അതായത് ആതിഥേയ ജില്ലയായ കൊല്ലം ജില്ലയും ഒട്ടും പിന്നിലല്ല. തങ്ങളും ഈ മുൻനിര മത്സരത്തിൽ മുന്നിൽ തന്നെ ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ 5ാം സ്ഥാനത്ത് തുടരുകയാണ്. ഏതായാലും കണ്ണൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകൾ തമ്മിലുള്ള ശക്തിയേറിയ പോരാട്ടമാണ് 117 പവൻ സ്വർണ്ണക്കപ്പിനായി നടക്കുന്നത്. ഇന്നത്തെ മത്സരങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ പ്രധാനമാണ് എന്നുള്ളത് കൂടിയുണ്ട്. നമ്മുടെ